നമസ്കാരം, ഫിൻബട്ടിയാണ്. ഞാൻ നിങ്ങൾക്ക് ഇന്ന് എന്താണ് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അല്ലെങ്കിൽ ഡിമിനിഷിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്ന് പറയാം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. വലിയ കാര്യങ്ങളൊന്നുമില്ല, ചെറുതായിട്ട് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഈ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ മാസം ഒരു EMI അടയ്ക്കുന്നുണ്ടല്ലോ. ആ EMIക്കകത്ത് നമ്മുടെ മുതലിലോട്ടും പോവും, നമ്മുടെ പലിശയിലോട്ടുമാണ് നമ്മൾ മാസം അടയ്ക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ മാസം അടയ്ക്കുന്ന എമൗണ്ട് നമ്മളുടെ മുതലിൽ കുറയുന്നതനുസരിച്ച് നമ്മുടെ പലിശ കുറയണ്ടേ? അതെ. അപ്പം നമ്മളുടെ ഈ ഫിക്സഡ് റേറ്റ് വരുമ്പോൾ എന്താണെന്ന് അറിയാം, നമ്മൾ മാസം അവസാനം അല്ലെങ്കിൽ ലോൺ തീരുന്ന എല്ലാ കാലാവധി വരെയും നമ്മൾ ഈ സെയിം പലിശ തന്നെയായിരിക്കും അടയ്ക്കുന്നത്. നമ്മളുടെ മുതലിൽ കുറയുന്നതിനനുസരിച്ച് നമ്മളുടെ പലിശയിൽ വ്യത്യാസം വരുത്തില്ല. അങ്ങനെയാണ് ഈ ഫിക്സഡ് ഇൻട്രസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ടോട്ടൽ എത്രയാണോ ലോൺ എടുക്കുന്നത് ആ ലോണിന് തന്നെ ആയിരിക്കും അവസാനം വരെയും EMI കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ലോങ് ടൈം ലോണൊക്കെ എടുക്കുന്നവർക്ക് അത് ഭയങ്കര നഷ്ടമായിരിക്കും. ഓക്കെ. പിന്നെ അടുത്ത ഡിമിനിഷിംഗ് എന്ന് പറയുമ്പോൾ എന്താ? നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ്. അതായത് മുതലിൽ കുറയുന്നതിനനുസരിച്ച് നമ്മളുടെ പലിശയിൽ കുറയും. അപ്പോൾ എങ്ങനെ കുറയും? അതായത് നമ്മളുടെ ഒരു മാസം നമ്മൾ അടയ്ക്കുന്ന EMIക്കകത്ത് രണ്ടുപേരും, അതായത് പലിശയും പോവും മുതലും പോവും. ഓക്കെ. അപ്പോൾ ഈ മുതലിൽ കുറയുന്നതിനനുസരിച്ച് നമ്മുടെ പലിശയിൽ ചെറിയ വ്യത്യാസം വരും. അപ്പോൾ ഈ പലിശ അങ്ങനെ അടുത്ത മാസം അടയ്ക്കുമ്പോൾ അത് പിന്നെയും കുറയും. അങ്ങനെ നമ്മൾ എത്ര വരെയാണോ ലോൺ എടുത്തിരിക്കുന്നത് അത്രയും കാലാവധി വരെ ഈ EMI അടഞ്ഞു പോകും. അതിനെയാണ് നമ്മൾ ഡിമിനിഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിമിനിഷിങ്ങിൻ്റെ ഉപയോഗം എന്താണെന്ന് അറിയാം, നമ്മൾ ഇടയ്ക്കൊക്കെ വെച്ച് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് അടച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. മറ്റേത് വരുമ്പോൾ നമുക്ക് ചാർജസ് വരും. ഓക്കെ, മനസ്സിലായല്ലോ?